ഹലോ. ഇവിടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംഘടിക്കാൻ അവകാശമുണ്ട്, കൂട്ടം ചേരാൻ അവകാശമുണ്ട്, പ്രസംഗിക്കാൻ അവകാശമുണ്ട് എന്ന് വെച്ചിട്ട് ഇതിനെല്ലാം അവകാശം, അതിനുള്ള അനുമതി വാങ്ങിക്കണം എന്നും കൂടിയുണ്ട്. അനുമതി വാങ്ങിക്കാതെ മറ്റൊരു മതത്തിന്റെ ദേവസ്വം ഭൂമിയിൽ വന്ന് ഫ്രീ പലസ്തീൻ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഘോര മുദ്രാവാക്യം മുഴക്കുകയും യാതൊരു അനുമതിയും ഇല്ലാതെ 30 പെൺകുട്ടികൾ മറ്റൊരു മതത്തിന്റെ ഭൂമിയിൽ കയറി വന്ന് മുദ്രാവാക്യം മുഴക്കുകയും അവിടുത്തെ മറ്റു സഞ്ചാരികൾക്ക് അത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും ചെയ്യുന്നതിനെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ വിമർശിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഫ്രീ പലസ്തീൻ എന്ന മുദ്രാവാക്യം മുഴക്കിയത് കൊണ്ടോ, നിങ്ങൾ സംഘം ചേർന്നത് കൊണ്ടോ, നിങ്ങൾ തലകുത്തി മറിച്ചതിനോ ഒന്നും ഞാൻ ഇതിൽ വിമർശിക്കുന്നില്ല. കാരണം അനുമതി നേടാതെ നടത്തുന്ന എല്ലാ സംഘടിത പ്രവർത്തനങ്ങളും നിയമലംഘനമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളെ എങ്ങനെയാണ് പറഞ്ഞു വിട്ടതെന്ന് എനിക്ക് അറിയത്തില്ല. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആ ഭൂമിയിലേക്ക് അനിയന്ത്രിതമായി കയറി വന്ന് പ്രതിഷേധിച്ച അല്ലെങ്കിൽ ഫ്രീ പലസ്തീൻ എന്ന മുദ്രാവാക്യം മുഴക്കിയ ആ ഒരു ദൃശ്യം നമുക്ക് കണ്ടിട്ട് വന്നാലോ? വീഡിയോയിലേക്ക്. വീഡിയോ കണ്ടല്ലോ അല്ലെ? ഈ 30 പെൺകുട്ടികൾ സംഘടിച്ച സ്ഥലം കണ്ണൂർ ജില്ലയിലെ മടൈപ്പാറ ഒരു പ്രകൃതി സംരക്ഷണ കേന്ദ്രമാണ്. അവിടെ ചില ഭൂമികൾ ദേവസ്വം വകയാണ്, അതായത് ദേവസ്വം ഭൂമിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലമെന്നല്ല, ഏതൊരു സ്ഥലത്തും കുറച്ച് ആളുകൾക്ക് സംഘടിക്കണമെങ്കിൽ മിനിമം അനുമതി ലഭിക്കണം. അനുമതി പോലും വാങ്ങിക്കാതെ വെള്ളരിക്ക പട്ടണത്തിൽ വന്ന് പ്രസംഗിക്കുന്ന പോലെ മുദ്രാവാക്യം മുഴക്കുന്നത് പോലെയാണ് അവരവിടെ ചെയ്തത്. അതൊന്നാമത്തെ തെറ്റ്. അതൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ നടക്കാനും അതുപോലെ ഇരിക്കാനും ഒക്കെ കുറെ ആളുകൾ അവിടെ വന്നു ചേരുന്ന സ്ഥലം കൂടിയാണ്. അവരുടെ ഇടയ്ക്കാണ് ഈ 30 പേര് പെട്ടെന്ന് അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടത് പോരാട്ട് വരുന്നവരോടും ഇരിക്കുന്നവരോടും നടക്കുന്നവരോടും ഫ്രീ പലസ്തീൻ എന്ന് മുദ്രാവാക്യം മുഴക്കുകയും പലസ്തീൻ സ്വതന്ത്രമാക്കണമെന്ന് ആരോപിച്ചിട്ടൊക്കെയാണ് ഇവർ മുദ്രാവാക്യം മുഴക്കിയെന്നാണ് പറയപ്പെടുന്നത്. എന്ത് തന്നെയാണെങ്കിലും അവിടുത്തെ പലസ്തീന്റെ പ്രശ്നത്തിൽ ഇവിടുന്ന് മുദ്രാവാക്യം മുഴക്കിയിട്ട് എന്താണ് കാര്യം എനിക്കറിയില്ല. എന്ത് തന്നെയാണെങ്കിലും 2 ദിവസം മുന്നേ, അതായത് തിരുവോണത്തിന്റെ അന്ന് ഓപ്പറേഷൻ സിന്ദൂർ എന്നൊരു പൂക്കളം അമ്പലത്തിന്റെ മുറ്റത്തിട്ടു എന്ന് പറഞ്ഞിട്ട് കുറച്ചു പേർക്ക് ഭയങ്കര ചൊറിച്ചിലുണ്ടായിരുന്നു. അതായത് CPM നേതാക്കൾക്കും അതേപോലെ കോൺഗ്രസിനും മുസ്ലിം സംഘടനകൾക്കും ക്രിസ്ത്യൻ സംഘടനകൾക്കും ഒക്കെ ഭയങ്കര ചൊറിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഈ മറ്റൊരു നാട്ടിലെ പ്രശ്നത്തിൽ, അതായത് ഹമാസ് എന്ന് വിളിക്കുന്നതിനെ ഭീകര സംഘടനയാണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. UN തന്നെ മുദ്ര കുത്തിയിട്ടുള്ള കാര്യമാണ്. ആ ഒരു സംഘടന ഇവിടെ, അതായത് ഈ കേരളത്തില് ആ ഒരു സംഘടനയ്ക്ക് ആഹ്വാനം നൽകിക്കൊണ്ട്, അതായത് ഫ്രീ പലസ്തീൻ എന്ന വിഷയം എടുത്തിട്ട് സംസാരിക്കുന്ന ഒന്നും ഒരു കുഴപ്പമല്ല. അതായത് ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളമായിട്ട് ഇടുന്നതാണ് ഇവർക്ക് പ്രശ്നം. ഒരു തീവ്രവാദ സംഘടനയെ സപ്പോർട്ട് ചെയ്യുന്നത് പരസ്യമായിട്ട് മുന്നിട്ട് വരുന്നതിന് യാതൊരു തെറ്റുമില്ല. ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളം ഇട്ടതിനെ ചൊല്ലിട്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓൺ ദ സ്പോട്ടിൽ പോലീസുകാർ വരികയും ആ പൂക്കളം അവിടുന്ന് മാറ്റാൻ പറയുകയും ഒക്കെ ചെയ്തു. അത് വലിയൊരു വിവാദമായിരിക്കുകയാണ്. ഇപ്പോഴും അതിന് വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അസഹിഷ്ണുത വന്നിട്ട് പെട്ടെന്ന് തന്നെ അവർ പോലീസിൽ പരാതിപ്പെടുകയും ഓൺ ദ സ്പോട്ടിൽ പോലീസ് അവിടെ വരികയും ഒക്കെ ചെയ്തു. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ആർക്കാണ് പരാതി കൊടുക്കാൻ തയ്യാറാകാത്തത്? എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാൻ തയ്യാറാകാത്തത് എന്നാണ് എനിക്ക് അറിയേണ്ടത്. ഇനി എനിക്കൊരു സംശയമുണ്ട്. അതായത് ഇവർ ഈ മുദ്രാവാക്യം മുഴക്കുന്നതും ഫ്രീ പലസ്തീൻ എന്ന് പറയുന്നത് എന്തെങ്കിലും നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ? അതായത് അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം ഉണ്ടായതിനെ തുടർന്ന് സ്ത്രീകൾക്ക് ഗുരുതരാവസ്ഥയിൽ കിടന്നപ്പോൾ പോലും ആ ഒരു രക്ഷാപ്രവർത്തകർ ആ സ്ത്രീകളെ തൊടാൻ പോലും സമ്മതിച്ചില്ല. കാരണം എന്താണെന്നറിയോ? അവര് പഠിപ്പിച്ച മതം, അതായത് അവരുടെ തലയ്ക്കകത്ത് കുത്തിക്കയറ്റിയ മതം, അവരെ പറഞ്ഞ് പഠിപ്പിച്ചേക്കുന്നത് അന്യപുരുഷൻ ആ സ്ത്രീകളെ തൊടാൻ പാടില്ല. അപ്പോൾ അവര് കിടന്ന് മരിച്ചാലും കുഴപ്പമില്ല, പക്ഷെ അവര് രക്ഷിക്കരുത് മറ്റാരും വന്നിട്ട്. അന്യപുരുഷൻ തൊടാൻ പാടില്ല എന്ന കാരണത്താൽ എത്ര സ്ത്രീകളാണ് അവിടെ കിടക്കുന്നത് നിങ്ങൾക്കറിയാവോ? അപ്പോൾ നിങ്ങളുടെ മതം, ചില സമയത്ത് മതമല്ല തലയ്ക്കകത്ത് വേണ്ടത്, ബുദ്ധി എന്ന് പറഞ്ഞ സാധനം കൂടി തലയ്ക്കകത്ത് വേണം. അതായത് മനുഷ്യരെല്ലാം ഒന്ന് തന്നെയാണ്. അതിനെ ആൺ പെൺ എന്ന വ്യത്യാസത്തിൽ വേർതിരിച്ച് പഠിപ്പിക്കുന്നതാണ് നിങ്ങളുടെ മതമെങ്കിൽ
ആരുടെ ഭാഗത്താണ് തെറ്റ്? അത്ര പോലും രക്ഷിക്കാനായിട്ട് ആ മതം പറഞ്ഞിട്ടില്ല. അതായത് അന്യപുരുഷൻ ആ സ്ത്രീകളെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവരാരും ആ സ്ത്രീകളെ രക്ഷിക്കാൻ പാടില്ല എന്ന നിലപാട് നിങ്ങൾ എടുത്തോ? അതിലല്ലേ നിങ്ങളുടെ മതത്തിന്റെ പരാജയം കാണുന്നത്? ആ ഒരു മതവുമായി ബന്ധപ്പെട്ടല്ലേ ഇപ്പോഴും ഫ്രീ പലസ്തീൻ എന്ന വിഷയമായിട്ട് ഇവിടെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പലസ്തീൻ എന്ന് പറയുന്നത് ഹമാസ് അല്ലേ? ഹമാസ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയല്ലേ? തീവ്രവാദ സംഘടനയല്ലേ? കഴിഞ്ഞ മാസമല്ലേ ഹമാസിലെ ഭീകരർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ പ്രിയങ്ക ഗാന്ധി, അതായത് വയനാട് MP, കോൺഗ്രസുകാരുടെ ഭാവി പ്രധാനമന്ത്രിയാകാൻ പോകുന്ന രാഹുൽ ഗാന്ധിയുടെ ഒരേ ഒരു സഹോദരി ഹമാസിലെ ഭീകരർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അനുശോചനം രേഖപ്പെടുത്തി. അതൊന്നാമത്തെ കാര്യം. ഒരു വ്യക്തി അനുശോചനം രേഖപ്പെടുത്തി, അതും ഒരു MP ആയ ഒരു വ്യക്തി തീവ്രവാദി മരിച്ചതിന് അനുശോചനം രേഖപ്പെടുത്തി. ഇപ്പോൾ ഇതാ ഫ്രീ പലസ്തീൻ എന്ന് കേരളത്തിൽ മുദ്രാവാക്യം മുഴക്കുന്നു. ഇതൊക്കെ ആരെ ബോധിപ്പിക്കാനാണ്? എന്നാൽ മറുവശത്ത്, അതായത് കോൺഗ്രസുകാർ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളം ഇട്ടതിനെ ചൊല്ലി എതിർത്ത് ആ കേസിന് സപ്പോർട്ട് ചെയ്യുന്നു. ഇരട്ടത്താപ്പാണോ അതോ എന്ത് തരം നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും ഈ 30 സംഘടിച്ച പെൺകുട്ടികൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് നോക്കാവേ. ഒന്ന്, അനുമതി വാങ്ങിയില്ല. മുൻകൂട്ടി റാലി നടത്തണമെങ്കിൽ അനുമതി വാങ്ങണം. ഇവരാരും അനുമതി വാങ്ങിയില്ല. രണ്ടാമത്, പരിസ്ഥിതി പ്രശ്നം. ബയോഡൈവേഴ്സിറ്റിക്ക് കോട്ടം വരുത്തി എന്ന ആരോപണം അതിലുന്നയിച്ച് അവർക്കെതിരെ പ്രകൃതി സംരക്ഷണത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇവർ സംഘടിച്ച സ്ഥലം ക്ഷേത്രഭൂമി ആയതിനാൽ അവിടെ നിയമലംഘനം നടന്നുവെന്ന് ആരോപിച്ച് കേസെടുത്തിട്ടുണ്ട്. സാമൂഹിക വിഭജനം, സാമൂഹിക വൈരാഗ്യം വളർത്താനുള്ള മുദ്രാവാക്യങ്ങൾ ആരോപിച്ചുവെന്ന് പറഞ്ഞ് അതിനെതിരെയും കേസെടുത്തു. ചുരുക്കി പറഞ്ഞാൽ കേസുകളുടെ ഘോഷയാത്രയാണ് ആ ഒരു മുദ്രാവാക്യം മുഴക്കിയ ഫ്രീ പലസ്തീൻ എന്ന് വിളിച്ച 30 സ്ത്രീകൾക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. ചുമത്തിയ കുറ്റങ്ങൾ കൂടി നമുക്ക് നോക്കിയിട്ട് വന്നാലോ? BNS 189-2 അനധികൃതമായിട്ട് കൂട്ടം കൂടൽ. 2, BNS 190 കലാപം സൃഷ്ടിക്കൽ. 3, BNS 191-2 and 192 പൊതുസ്ഥലങ്ങളും അനാവശ്യമായിട്ട് അല്ലെങ്കിൽ അനധികൃതമായിട്ട് കൈവശപ്പെടുത്താൻ ശ്രമിക്കൽ അല്ലെങ്കിൽ ട്രസ്പാസ് എന്നിവ ചുമത്തിയാണ്. മനസ്സിലായല്ലോ? ഈ 3 കുറ്റങ്ങളാണ് ഇവർക്ക് നേരെ ചുമത്തിയിരിക്കുന്നത്. അതായത് ഇനിയെങ്കിലും എവിടെയെങ്കിലും സംഘടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അവിടെ ആദ്യം അനുമതി വാങ്ങിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതേപോലെയുള്ള ചില കീഴ്വഴക്കങ്ങൾ, അതായത് നിയമത്തിന്റെ വശങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും. അല്ലാതെ നിങ്ങൾ എവിടെ ആരെ പരാമർശിച്ചോ അല്ലെങ്കിൽ എവിടെ സംഘടിച്ചോ, നിങ്ങൾ എന്ത് മുദ്രാവാക്യം മുഴക്കോ, അതൊന്നുമല്ല ഇവിടെ വിഷയം. നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് സംഘടിക്കാൻ പ്ലാൻ ചെയ്യുന്നു, അതായത് കൂട്ടം കൂടി സംഘടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് അനുമതി വാങ്ങിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. നിങ്ങളുടെ ഈ വിലയേറിയ അഭിപ്രായം ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.